കടലിലെ മത്സ്യസമ്പത്ത്, കടലിലെ ജീവജാലം, കടലിലെ എക്കോസിസ്റ്റം, കായലിലെ എക്കോസിസ്റ്റമൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുകൂടി ഒരു ഗവേഷണം നടത്താൻ നന്നായിരിക്കണം. അന്നത്തെ ഇവരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ, ഇവരുടെ പ്രസ്താവനകൾ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തൊരു പുസ്തകമാക്കിയാൽ അതൊരു അമൂല്യ സമ്പത്തായിരിക്കും. അല്ല, ഞങ്ങളത് കൊണ്ടുവന്നല്ലേ, ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞത്. അവരുമായി ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അന്ന് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല. ഇന്നിപ്പോൾ ഒരു നാണവുമില്ലാതെ, അങ്ങനെ തന്നെ ഞാൻ പറയും, അടിവരയിട്ട് ആ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കുകയാണ് മന്ത്രിമാർ. മനുഷ്യനായ നാണം വേണ്ടേ? കൈവീശി കാണിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട്. ഈ കടലിൽ ഉപരോധം ഉണ്ടാക്കിയ ആളുകളാണ്, എന്നിട്ട് കൈവീശി കാണിക്കുക. അതായിക്കോട്ടെ, ഓരോരുത്തരുടെ തൊലിക്കെട്ടി എന്നല്ലാതെ എന്താ പറയണം. അല്ല, അത് UDF വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല. 3 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, വഖഫാക്കി എന്ന് പറയുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫാക്കാൻ പറ്റില്ല. 2, ഈ എഗ്രിമെൻറ്റിൽ ഒരു കരാറുണ്ട്. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന്. വഖഫിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടീഷൻ വയ്ക്കില്ല. വഖഫ് പെർമനൻറ്റ് ഡെഡിക്കേഷനാണ്. 3, ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പണം, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്താണ്. ഇത് ഗിഫ്റ്റ് ഭൂമിയാണ്, ഇത് വഖഫല്ല എന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതും 3 അത് വഖഫല്ല എന്നുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് വന്നിട്ട് പിന്നീട് വന്ന UDF സർക്കാർ ഒരു നടപടിയും ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചില്ല. ഈ ഭൂമി വഖഫല്ല എന്നുള്ള നിലപാടാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാന്മാരെടുത്തത്. കാശ് കൊടുത്ത് മേടിച്ച ഭൂമി വഖഫാണെന്ന് പറയുന്നത് അനിസ്ലാമികമാണെന്നാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ UDFൻ്റെ കാലത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് വന്നപ്പോഴാണ്, ഈ 2021 ഇവർ ക്യാബിനറ്റ് തീരുമാനം എടുത്ത് വഖഫിനോട് ഇത് ആവശ്യപ്പെട്ട് ഈ റവന്യൂ അതോറിറ്റീസിനോട് ഒരു കാരണവശാലും ടാക്സ് സ്വീകരിക്കരുത് എന്ന ഉത്തരവ് കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വഖഫാണ്. 2012 2008 അത് വെച്ചത്. 2010 അവർ റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ഈ മുനമ്പം വിഷയത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്ന് തന്നെ അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ കർണാടകയിൽ കർഷകർക്ക് വഖഫ് ഭൂമി ഇത് കൊടുത്ത സമയത്ത് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സിദ്ധരാമയ്യ ഗവൺമെൻറ് എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഈ വഖഫ് ബോർഡ് എന്നിട്ട് ഗവൺമെൻറ് രണ്ടാമത് പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് ഒരാൾ സ്റ്റേ കൊടുത്തു. ആ സ്റ്റേ കൊടുത്ത ആളാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഇവർക്കൊക്കെ തന്നെ വേണ്ടപ്പെട്ട ആളാണ്. ഈ സർക്കാർ കുത്തിപ്പൊക്കിയ വിഷയമാണിത്. ഒരാവശ്യമില്ലാതെ കുത്തിപ്പൊക്കിയ വിഷയമാണ്. അത് കേരളത്തിൽ ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും തമ്മിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ളൊരു കാരണമാക്കി സംഘപരിവാർ ശക്തികൾ മാറ്റുക. അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ ചെയ്തു കൊടുക്കുകയാണ്. രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും. ഞങ്ങൾ നിയമപരമായ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടാണ് ഈ നിലപാടെടുത്തത്. ഞങ്ങൾ തന്നെയാണ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ യോഗം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടി ഇങ്ങനൊരു തീരുമാനമെടുത്തതും ആ തീരുമാനം അറിയിച്ചതും. ഒറ്റ മുസ്ലിം സംഘടനകളും ഈ ഭൂമി അവിടെ ക്ലെയിം ചെയ്യുന്നില്ല. ഒരാളെ പോലും ഇറക്കി വിടരുത് എന്നുള്ളൊരു തീരുമാനം. പിന്നെ എങ്ങനെയാണ് ഇതൊരു ഇസ്ലാം ക്രൈസ്തവ വിഷയമാക്കി അത് മാറ്റേണ്ട ആവശ്യം എന്താണ്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ തീർക്കാതെ നീട്ടി കൊണ്ടുപോയി ഈ ഭിന്നിപ്പ് വലുതാക്കി അവസാനം തീർത്താലും ഈ ഭിന്നിപ്പ് തീരാത്ത തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അജണ്ട ഇതിൻ്റെ പുറയിലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ ഞങ്ങൾ സംസാരിച്ചു. അന്നും അത് ആളിക്കത്തിക്കാതിരിക്കാൻ ശ്രമിച്ചത് ഞാനും KPCC പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിൽ സാഹിബും സാദിഖ് അലി തങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വലിയ പങ്കുവഹിച്ചു. കാരണം അതൊരു സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ. ഇപ്പോഴും ഞങ്ങൾ എല്ലാ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരുമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായ നേതാക്കളുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നന്നായി നടത്തുന്നുണ്ട്.
അത് ശ്രീ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചത്. ആരെയാണ് അതൊക്കെ അത് ആരാ പൈസ കൊണ്ടിട്ടെന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പം 41 കോടി 40 ലക്ഷം കൊണ്ടുവന്ന ആൾ കേസിലെ പ്രതിയായില്ലല്ലോ, കേസിലെ സാക്ഷിയായിട്ട് നിൽക്കുകയല്ലേ, ഇപ്പം നിൽക്കുകയല്ലേ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങളുടെ പൈസയല്ല. കർണാടകയിൽ നിന്ന് മദ്യവും പണവും കർണാടകയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ ആ എക്സൈസ് വന്ന് രാജിവെച്ച് പുറത്തു പോകും. ഞങ്ങൾ കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇളക്കി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത്? ഈ മന്ത്രിയുടെയും അളിയൻ്റെയും നേതൃത്വത്തിൽ നടന്ന നാടകമാണ്, പാതിരാ നാടകമാണ് റെയ്ഡ്. രണ്ടാമത് ട്രോളി നാടകം. അവസാനം മൂന്നാമത് ഒരു സ്പിരിറ്റ് നാടകം കൊണ്ടുവന്നു. അവസാനം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്പിരിറ്റ് കൊണ്ടുവന്നത് 2 CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾക്കാർക്കും അതിൻ്റെ പങ്കില്ലേ? ഞങ്ങൾക്കാർക്ക് ആർക്കെങ്കിലും അധികം പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ എങ്ങനെ നേരിടുമെന്ന് അറിയാം. നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. പ്രചരണത്തിലൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ പണം ചിലവാക്കിയിരിക്കുന്നത് BJP-യും CPM-ഉമാണ് 2 സ്ഥലത്തും. ഞങ്ങൾക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്.